ഇപ്പൊ നിങ്ങൾക്കും വരുമാനം വരാൻ തുടങ്ങി, എന്ത് തോന്നുന്നു? നമ്മളതായിട്ട് ഒരു പൈസ നമുക്ക് കിട്ടിയപ്പോ അതിന്റെ ഒരു സന്തോഷം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് വാങ്ങാമല്ലോ, അവരോട് ചോദിക്കേണ്ട ആവശ്യം. അതെ, എന്തും ചെയ്യാം. അതേപോലെ തന്നെ എന്റെ അഭിപ്രായം. കാരണം നമ്മളെ കയ്യിൽ തന്നെ സ്വയം നമ്മള് മറ്റേത് ഹസ്ബൻഡുമാരോടല്ലേ ചോദിക്കുന്നതേ, അപ്പൊ അതിനൊക്കെ ഒരു കണക്കുണ്ടാവും. എന്താ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ. ഇപ്പൊ ഞമ്മക്കറിയില്ല. കാരണം നമ്മളെ ഭർത്താക്കന്മാരുടെ അടുത്തേക്കൊന്നും നമ്മൾ എത്തൂല, നമ്മളെ വരുമാനം. എന്നാലും നമ്മൾക്ക് ഭയങ്കര എത്തിക്കും. ഭർത്താക്കന്മാരെ അതേ തിരികെ ഞങ്ങൾ എത്തിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ഇവർ പറഞ്ഞവര് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റുള്ളവർക്കും കൂടി ഇതിൽ നിന്ന് ഒരു ജോലിയും കാര്യങ്ങളും, നമ്മളെ ബിസിനസ് വലുതാകുമ്പോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള ചാൻസ് നമുക്ക് ഉണ്ടാവും. നല്ല സാധനങ്ങൾക്ക് ആളുകൾക്ക് എത്തിക്കുക, മായം ചേർക്കാത്ത സാധനങ്ങൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു, നല്ലതാണോന്ന്. ഇപ്പൊ നമ്മള് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം, നമ്മള് വിശ്വാസം നമുക്ക് നല്ലതാണ്. ആൾക്കാർ ഇവിടെ വരുന്ന വാങ്ങണം. ഇവര് ഒരു ഫാമിലിയിലെ 4 മരുമക്കളാട്ടോ. കുറുക്കൻ ഫാമിലി വേങ്ങരയിലെ. ഇവർ ചെറിയ ആൾക്കാരല്ല. കാരണം ഈ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ സംതിങ് സ്പെഷ്യലാണ്. അത് ഈ ലോകം അറിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവരെ തേടി വന്നത്. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത്. കുറേ ആളുകൾക്ക് പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ, സ്ത്രീകൾ, വീട്ടമ്മമാർ, പഠിക്കാത്ത ആളുകളുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകൾ, സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സാഹചര്യം ഒത്തുവരിക, ഒരു ബിസിനസ് ആരംഭിക്കുക, എന്തെങ്കിലും വരുമാനം സ്വന്തം പോക്കറ്റിൽ വരിക, എല്ലാവരുടെയും ആഗ്രഹമുള്ളത്. അപ്പോൾ അങ്ങനെ 4 പേര്, ഇവർ ഇളച്ചി മൂത്തച്ചിമാർ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേങ്ങരയിലാണ്. ഇവർ സംരംഭം തുടങ്ങുന്നു. ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അത് ഹിറ്റാവുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം നിങ്ങൾ അറിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും തന്നെ ഇതല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പല പദ്ധതികളും തുടങ്ങാനുള്ള കുറച്ച് ആശയം കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ? രഹസ്യമായിട്ട് വെക്കുമോ കാര്യങ്ങൾ? ഇല്ല, നമ്മളിപ്പോ മറ്റുള്ളവരത് കണ്ടിട്ടല്ല നമ്മള് തുടങ്ങിയത്. അപ്പൊ നമ്മളടുത്ത് വന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ് ഞാൻ ഷാവലും നസീബൊക്കെ ശ്രദ്ധിച്ചൊരു പോയിന്റ്. വന്ന ഉടനെ അവരോട് കുറച്ച് സംസാരിച്ചോ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു മടിയില്ല. നമ്മള് വരുന്നവരോട് പറയും നിങ്ങൾ കണ്ടോളി, നമ്മളോട് ഉണ്ടാക്കുന്ന കണ്ടോളി, കിട്ടാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കൂലേ? അടിപൊളി. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്താ സംഭവം, പേരൊന്ന് പറഞ്ഞു കൊടുക്കേ. പ്യൂർ പാക്ക് അല്ല, നിങ്ങളുടെ നുസൈബ, ആയിഷ, ഷാഹിറ, ആമിന. ഇവിടുത്തെ ഒരു പ്രമുഖ ഫാമിലിയിലെ മരുമക്കളാണ് 4 പേരും. ഇവിടെ എന്താണ് സംഭവം? പ്യൂർ പാക്ക് ആണ് ഇതിന്റെ പേര്. ഒരു കെമിക്കലും ഇല്ലാത്ത ഫുഡ് പ്രോഡക്റ്റുകളാണ്, നമുക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇതെന്താ സംഭവം? ബേസിക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മള് ചെറിയ മക്കൾക്ക് മായങ്ങളൊന്നും ചേർക്കാത്ത ഫുഡ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നമ്മള് പണിക്കാരൊന്നും വെക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഞങ്ങൾ തന്നെയാണ്. ഇതുവരെ നമ്മള് പണിക്കാരൊന്നും പുറത്തുനിന്ന് വെച്ചിട്ടില്ല. നമ്മൾ തന്നെ 4 ആളും കൂടിയിട്ട് ചെയ്യണം. നമ്മൾ തന്നെ ഉണക്കലും കഴുകലും പൊടിക്കലും പാക്കിങ് ഒക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മളെ ഹസ്ബൻഡുമാരെ നമ്മളെ ബാക്കിൽ സപ്പോർട്ട് ഉണ്ട്. എത്തിച്ചു തരും, നമ്മള് എല്ലാം ചെയ്യാം. പണിക്കാരെ വെച്ചാല് നമുക്ക് ഇത്ര വൃത്തിയാവൂല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തന്നെ ഒരുങ്ങുന്നത്. അല്ല, എങ്ങനെ ഇങ്ങനെ ഒരു ഇവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടുത്തെ ബേബി ഫുഡ് ആയിട്ടുള്ളത് 14 ഐറ്റംസ് പൗഡർ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ നവരപ്പൊടി, രാഗിപ്പൊടി, കുന്നംകായപ്പൊടി, പിന്നെ നേന്ത്രക്കായൻ്റെ പൊടി, ചോളപ്പൊടി, മധുരക്കിഴങ്ങ്, പിന്നെ നട്ട്സ് പൊടി, പിന്നെ ക്യാരറ്റ്, മുളപ്പിച്ച രാഗിപ്പൊടി, മുളപ്പിച്ച ചെറുപയർ പൊടി, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. പിന്നെ അച്ചാറുകള്, പിന്നെ സ്പൈസസ് പൗഡറുകളൊക്കെ വേറെ ഉണ്ട്. എന്താ ഇതൊക്കെ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? എന്റെ മോളുടെ ഫാമിലിയിൽ അവരിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ബേബി ഫുഡ് ആയിട്ട്. അപ്പൊ നമ്മളത് കണ്ടപ്പോ നമുക്കൊരു ഐഡിയ കിട്ടി. കുറെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് വിചാരിക്കുന്നതാണ്, പക്ഷെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് തുടങ്ങാന്നുള്ളത്. പിന്നെ അവര് തുടങ്ങിയത് കണ്ടപ്പോ നമുക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളത്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു. ഇതിന് മുന്നേ കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു. 3 മാസം ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ സ്ഥാപനങ്ങളിലെ മെഷീനറി ഉള്ളിടത്തൊക്കെ ഞങ്ങള് സന്ദർശിക്കലും. അല്ല, വേറെ അപ്പൊ നിങ്ങൾ അറിയുന്നു, ആരോട് പറയുന്നു? മരക്കളോട് പറയും. ബാക്കി ഇളച്ചി മുത്തച്ചിമാര് ഇതില് മൂത്താരെ ഇളച്ചി ഒന്ന് പറയണ്ട, ഇപ്പൊ പ്രേക്ഷകർ ആരാ പറയണ്ട. ആയിക്കോട്ടെ, ഓക്കെ. ഇത് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഭർത്താക്കന്മാര്
സപ്പോർട്ടായി. ഒരു കല്യാണത്തിന് കൂടിയപ്പോഴാണ് ഞാൻ പിന്നെ ഇവരോട് പറയണത്. അപ്പൊ ഫസ്റ്റ് ഇവളോട് പറഞ്ഞു, പിന്നെ ഒരു കല്യാണത്തിന് കൂടിയപ്പോ എല്ലാരോടും ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ എല്ലാരും ഓക്കെ ആയി. അപ്പൊ ഹസ്ബൻഡുമാരോട് പറഞ്ഞപ്പോ അവര് ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ അവര് പറഞ്ഞു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ എന്ത് മാറ്റാണ് ജീവിതത്തിൽ വന്നത്? നല്ല മാറ്റമാണ്. സ്കൂൾക്ക് പോണ ഒരു ഓർമ്മ. കാരണം ബാഗും തൂക്കി ചോറ്റും പാത്രമൊക്കെ ആയിട്ട് ഞങ്ങൾ 5 ആളും കൂടി ഇരുന്ന് അതെന്നെ ഷെയർ ചെയ്ത് നല്ല രസമായിട്ട് മുന്നോട്ട് പോകണം. അടിപൊളി ലൈഫാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മള് തന്നെ നല്ല ടെൻഷൻ കുറഞ്ഞു. കാരണം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 32-33 വർഷം. 32 വർഷം. അത്ര തന്നെയായി. 27 വർഷം. അതിന് ശേഷമാണ് ഇപ്പോഴാണ് ഈ ഒരു ബുദ്ധി തോന്നിയത്. എന്താ ദാസ വിജയ മറ്റേ സിനിമ പറഞ്ഞേ നമുക്ക് എന്തുകൊണ്ട് ഉറങ്ങിപ്പോയല്ലോ? അതിന്റെ മുന്നത് തോന്നിയില്ലല്ലോ. ഒരുപാട് ഉറങ്ങി തീർത്തു. മക്കളൊക്കെ സ്കൂളിൽ പോയാൽ ഉറങ്ങല്ലേ, വേറെ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ഈ കുറ്റം പറച്ചിലൊക്കെ തമാശ പറഞ്ഞേട്ടാ. എന്റെ മക്കൾ എന്നോട് കൊറേ ആയി പറയണു, അമ്മ ഫുഡിന്റെ എന്തെങ്കിലും തുടങ്ങിക്കോളി, ഇങ്ങനത്തെ അതിന് കഴിയും കൊറേ ആയിട്ട് പറഞ്ഞു. ഇതിന് സംഭവം എന്താ പറയുക, എല്ലാവരും SLC മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞ മോശമാക്കല്ല, പക്ഷെ ഞാൻ മോശമാക്കി പറഞ്ഞതല്ല. ഇവര് വന്ന് വർത്താനം കേട്ടപ്പോ ഇവരുടെ ഫുഡിന്റെ സെയിൽസ് കണ്ടപ്പോ വിദേശ രാജ്യങ്ങളിലേക്ക് ഗൾഫിൽ പോകുന്ന ആൾക്ക് ഭയങ്കര ഡിമാൻഡാ. പല സാധനം ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഡിമാൻഡാണ് അത്ര. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവര് MBA കൂടെ ഉണ്ടായിരുന്നു എങ്കിലേ ക്ലാസ്സിന് പോയപ്പോ അവിടെ എത്തി MBA BBA ഒക്കെ പഠിച്ച്. ഏത് ക്ലാസ്സിന്? EDPന്റെ ക്ലാസ്സിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് പോയിരുന്നു. എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് കെട്ടി തരുന്നു. ഇങ്ങനെ പഠിച്ച് 2 ആള് പോയി. ഞങ്ങൾ 2 ആള് ഫുഡ് BBA MBA ഒക്കെ പഠിച്ച ചെക്കന്മാരെന്നേനു. പറയുന്നുണ്ട് രാവിലെ നസീബേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയല്ലോ. അപ്പൊ അവര് അത്ര സാമർത്ഥ്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നേരത്തെ തന്നെ എന്നോട് ഇവര് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഉണ്ടില്ല. കാരണം എനിക്ക് കഴിയൂല തോന്നി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ എനിക്ക് കഴിയൂല. അപ്പൊ ഇവര് വെച്ച് എന്താ ഒന്നും ഉണ്ടാത്ത? ഞാൻ പറഞ്ഞ ഇന്നെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കേട്ടപ്പോ ഇന്നെ കൊണ്ട് ഒക്കെ കഴിയും. ഓര് പറഞ്ഞ നിങ്ങളിപ്പോ ഒരു 6 മാസത്തൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ ഒക്കെ സുഖമായ നിങ്ങൾക്ക് ഈസി ആവും, നമുക്ക് പണിക്കാരൊക്കെ ആവും, ഒരു കുഴപ്പമില്ല. അപ്പൊ അരിയൊക്കെ 1 കിലോ കഴുകണ ഒരു ഇതേ ഉള്ളൂ. കാരണം അതൊരു പ്രയാസമായിട്ട് തോന്നണില്ല. ഒത്തുപിടിച്ചാൽ മലയും പോകുന്ന പെട്ടെന്ന് തീരാണ്. സ്വയം കഴുകണേ. മറ്റേത് നമ്മൾ വിചാരിച്ചിരുന്നു എങ്ങനെ നമ്മള് മുളകൊക്കെ കഴുകും, നമുക്കിത് 1 കിലോ മുളക് കഴിയാൽ തന്നെ നമുക്ക് ചുമ വരും. അപ്പൊ എങ്ങനെയാ കഴിയും? പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഒരു അലർജി പ്രശ്നം ഇതുവരെ നമുക്ക് ആർക്കും വന്നില്ല. ഞങ്ങളൊക്കെ നല്ല ചോദിക്കണ്ടേ ഞങ്ങളോട്, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പണിയെടുക്കണം ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കും കുട്ടി ഉണക്കി പൊടിക്കേ. അത് കാരണം നമ്മളെ കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മളൊന്നും ചെയ്യാത്തോലെ, നമ്മള് അങ്ങനെ പുറത്തിറങ്ങാത്തോലെ അത് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യണില്ല, ഞങ്ങൾ കഴുകും, ആ മെഷീനിൽ ഇടും, ആ മെഷീനിൽ ഉണങ്ങിയിട്ട് മറ്റേ മെഷീനിൽ ഇടും, അതിന്ന് പിന്നെ പൊടിച്ച് വന്നാൽ ഞങ്ങൾ മെഷീനിൽ പാക്കാവും. എന്നാ കുട്ടിയെ കുഴപ്പമില്ല. അപ്പൊ ആളുകൾക്ക് നമ്മളെ ബുദ്ധിമുട്ടാണ്ടോന്നോട് ഭയങ്കര ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യോ. പുറത്തെ ആളുകൾക്കൊക്കെ നമ്മള് ഫാമിലി എന്ന് പറഞ്ഞാല് കുറച്ച് അറിയപ്പെടുന്ന ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അത്രയും വലിയൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ ചോദ്യം ഇപ്പൊ ആയിക്കോട്ടെ, ഭർത്താക്കന്മാർ ഒരു പക്ഷെ സാമ്പത്തികമായിട്ട് ഉള്ള ആളുകളായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കും വരുമാനം വരാൻ തുടങ്ങി, എന്ത് തോന്നുന്നു? നല്ല സന്തോഷാണ്. നമ്മളതായിട്ടൊരു പൈസ നമുക്ക് കിട്ടി, നമ്മളതായിട്ടൊരു പൈസ നമുക്ക് കിട്ടിയപ്പോ അതിന്റെ ഒരു സന്തോഷം. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് വാങ്ങാലോ, അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെ, എന്തും ചെയ്യാം. അതേപോലെ തന്നെ എന്റെ അഭിപ്രായം. കാരണം നമ്മളെ കയ്യിൽ തന്നെ സ്വയം നമ്മള് മറ്റേത് ഹസ്ബൻഡുമാരോടല്ലേ ചോദിക്കുന്നതേ. അപ്പൊ അതിനൊക്കെ ഒരു കണക്കുണ്ടാവും, എന്താ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ. ഇപ്പൊ ഞമ്മക്ക് അതന്നെ കുറഞ്ഞ വരുമാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടണ പോലെയാണ് തോന്നുന്നത്. കാരണം നമ്മളെ ഭർത്താക്കന്മാരുടെ അടുത്തേക്കൊന്നും നമ്മൾ എത്തൂല നമ്മളെ വരുമാനം. എന്നാലും നമുക്ക് ഭയങ്കര എത്തിക്കും. ഭർത്താക്കന്മാരെ അതേ രീതിയിൽ ഞങ്ങൾ എത്തിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് തുടങ്ങിയത്. പിന്നെ മക്കളൊക്കെ പറയണ്ട അപ്പം ഉമ്മാന്റെ അടുത്ത് വാങ്ങാലോ. അടിപൊളി. അപ്പൊ ഇത് എപ്പോഴാ തുറന്നത്? എവിടെ സ്പോട്ട് എന്ന് പറഞ്ഞു കൊടുക്കി? ഇത് കച്ചേരി വേങ്ങര കച്ചേരിപ്പടിന്ന് പുത്തനങ്ങാടിക്ക് പോകുന്ന റോഡ്, അവിടെയാണ് ഇപ്പൊ ഷോപ്പ് ഉള്ളത്. ഈ 2-3 റൂമൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടില് നടക്കുന്നുണ്ട്. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീട്ടിലും ചെയ്യും, ഉണക്കല് കഴുകല് അങ്ങനത്തെ.
അല്ലേ? അപ്പൊ അങ്ങനെയാണുള്ളത് അവിടെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈനിലുണ്ടോ? അതിനെന്താ ചെയ്യേണ്ടത്? ഓൺലൈൻ ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കും. നമ്പർ നമ്മൾ കൊടുക്കും, കൊറിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ പോയി എത്തിച്ചു കൊടുക്കും. ഞങ്ങൾ തന്നെ പോകും. ഞങ്ങൾ തന്നെ ബൈക്ക് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. എത്തിച്ചെടുക്കും. അപ്പൊ ഇപ്പൊ ഗൾഫിലൊക്കെ ഏത് ഐറ്റംസ് ഐറ്റ് ആയത് കൊണ്ടുപോകണത്? അധികം ബീഫ് മസാല ഉണ്ട്. അതൊരു ഹോട്ടലിക്ക് ഇവിടുന്ന് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. 15 കിലോ 20 കിലോനൊക്കെ ഹോട്ടലുകൾക്ക് പോകുന്നുണ്ട്. പിന്നെ അല്ലാത്തവര് കുട്ടികൾ അവിടെ ഉള്ളവര് പൗഡറുകളൊക്കെ എന്താ സ്പെഷ്യാലിറ്റി? എന്തൊക്കെയാ പൗഡർ? ഇതെന്തൊക്കെയാണ് ഇതിലൊക്കെ എന്തൊക്കെയാണ്? ഓരോന്നോരോന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് കുന്നമ്പഴം പിന്നെ നമ്മള് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പിന്നെ ഡ്രയറിൽ വെച്ച് ഉണക്കിയിട്ട് നമ്മള് ഇവിടെ വെച്ച് മില്ലില് ചെറിയ മില്ല് ഞങ്ങൾക്കുണ്ട്, അതിൽ വെച്ച് പൊടിച്ചിട്ട് നമ്മൾ തന്നെ പാക്ക് ചെയ്ത് ഇവിടെ വെക്കുക. പിന്നെ അടുത്തത് വേറെന്താ സാധനം? ഇത് സ്വീറ്റ് പൊട്ടാറ്റോ, മുതിരക്കിഴങ്ങ്. അടുത്തത് ഇതൊക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ? ധാന്യപ്പൊടി, എല്ലാ തരം ധാന്യങ്ങളും കൂട്ടിയിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിക്കണതാണ്. കുട്ടികൾക്ക് ഇനി മറ്റേ കെമിക്കലുകളൊന്നും മേടിക്കണ്ട. ഒരു കെമിക്കലും ഇതിൽ ഞങ്ങൾ ചേർക്കില്ല. പിന്നെ വേറെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേ. പിന്നെ ഇത് രാഗിപ്പൊടി, രാഗി കഴുകി ഉണക്കി, ഇത് രാഗി അരിച്ച് കഴുകി ഉണക്കുക. രാഗി ഇതാ പിടിച്ചോളൂ. ഇതെന്താ ഷാവിലെ കാണിച്ചെടുത്തേ? ഇത് പച്ചനേന്ത്രൻ. ഉണ്ട്. പിന്നെ രാഗി മുളപ്പിച്ചത്, ചെറുപ്പയർ മുളപ്പിച്ചത്, പഴുത്ത നേന്ത്രക്കായന്റെ പൊടി. ഇതൊക്കെ ഞങ്ങള് കുട്ടികൾക്ക് മാത്രല്ല ട്യൂബ് ഇട്ടോലുണ്ടാവുമല്ലോ, അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേരറ്റിന്റെ പൊടി. എന്തൊക്കെ ഐറ്റംസ്? ഈന്തും പൊടി ഉണ്ട്. ഈന്ത് കൊടുന്ന കളക്ട് ചെയ്യണം. ഒറിജിനൽ ആണോ? ഒറിജിനൽ ഞങ്ങൾ കാണിച്ചു തരാം. ആണല്ലേ? ഈന്തുണ്ടല്ലേ? ഐറ്റംസ് മാത്രല്ല ഒറിജിനൽ സാധനം പിന്നെ കഞ്ഞിക്കിറ്റ് പറഞ്ഞിട്ട് കുറേരിയില് ക്യാരറ്റ് ഉണക്കിയത്, പിന്നെ ചെറുപയർ മുളപ്പിച്ചത്, ഉരുളൻകിഴങ്ങ് എല്ലാം കൂടി ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് അങ്ങനെ അതൊരു കിറ്റ് ആക്കിയത്. കുട്ടികൾക്കുള്ളതാണ്. വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബീഫ് തരി മസാല ഇതാണ്. ഓരോരുത്തർ പെട്ടെന്ന് എടുത്തിങ്ങനെ പറയാനാ. പിന്നെ അല്ല ഇത് നന്നായി. പിന്നെ അച്ചാറുകളുണ്ട്. ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇതിവിടെ കൊടുന്നേക്കണവേ കാണും. അച്ചാറുകള് ചെമ്മീന്, ബീഫ്, വെജിറ്റബിൾസ്, അങ്ങനെ ചുരുക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നിങ്ങളൊക്കെ വീട്ടന്മാര് മക്കളൊക്കെ നല്ല ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ എങ്ങനെയെല്ലാം കൂടെ ബാലൻസ് ചെയ്യാം? എല്ലാവരുടെ ഡൗട്ട് അതാണല്ലോ. ചില വീടുകളിലൊക്കെ രാവിലെ തുടങ്ങിയാല് ഭക്ഷണം ഉണ്ടാക്കല്, അലക്കല്, തുടക്കല്, ക്ലീനിങ് ആണ് ചില വീട്. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ. പക്ഷെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായി ചെയ്തിട്ട് വലിയൊരു ബിസിനസ് സംവിധാനത്തിലേക്ക് വരുന്നു. അതിനെ പറഞ്ഞു ഉപദേശം കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാം നമ്മളെ കൊണ്ട് കഴിയും. കാരണം കഴിയൂല എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ നമ്മളെ അടിച്ചേനു ഇതിലേക്ക് വന്നപ്പോ ഉഷാറായി. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വീട്ടില് മറ്റു ഉള്ളവരുടെ സഹകരണം കൂടി ഉണ്ട്. നമ്മള് മക്കളൊക്കെ പറഞ്ഞു ഉമ്മ പോവുകയാണെങ്കിൽ നമ്മള് സഹകരിക്കണം. ആ ചോദ്യത്തിന് അതെ ശരിയാണ് ആ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞവര് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റുള്ളവർക്കും കൂടി ഇതിൽ നിന്ന് ഒരു ജോലിയും കാര്യങ്ങളും നമ്മളെ ബിസിനസ് വലുതാകുമ്പോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള ചാൻസ് നമുക്ക് ഉണ്ടാവും. നല്ല സാധനങ്ങൾക്ക് ആളുകൾക്ക് എത്തിക്കുക, മായം ചേർക്കാത്ത സാധനങ്ങൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു. നല്ലതാണോന്ന്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം. നമ്മള് വിശ്വാസം നമുക്ക് നല്ലതാണ്. ആൾക്കാർ ഇവിടെ വരുന്ന വാങ്ങുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും സ്കൂളിൽ വന്ന് പറഞ്ഞത് ഇവൻ്റെ സ്റ്റുഡൻ്റാണ്, ഇവരുടെ മകളാണ്. അവിടെ ഞങ്ങളെ PPTM-ലെ 10ാം ക്ലാസ്സിലാണ്. പേരൊന്ന് ഓർമ്മിപ്പിച്ച് പറഞ്ഞു. ഇഷ. എങ്ങനെയുണ്ട്? ഒഴിവ് സമയത്ത് ഇങ്ങോട്ട് വരാറുണ്ടോ? എന്ത് തോന്നുന്നു ഉമ്മ അങ്ങനെ സംവിധാനം തുടങ്ങിയപ്പോൾ? സന്തോഷം അല്ലേ? ഇതെന്താ? രക്തശാലി എന്ന് പേരുള്ള ഒരു തരം അരിയാണ്. ഇത് ഷുഗർ രോഗികൾക്കും അതുപോലെ രക്തം കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. ഇത് ഞങ്ങളുടെ കടയില് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റൈസ്. ഇത് തവിട് കൂടിയ അരിയാണ്. ഇത് എല്ലാവരും ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങള് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ ഉണക്കി. പൂളപ്പൊടിയാണ് ഇത്. ഞങ്ങള് ഡ്രയറിൽ വെച്ച് ഉണക്കി പുറത്തൊന്നും ഇടണില്ല, ശുദ്ധിയാക്കി കണ്ട് പൊടിച്ചെടുത്ത്
പാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഏതായാലും നിങ്ങളെ ബിസിനസ് ഒക്കെ വലുതായി ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവട്ടെ, അങ്ങനെ നെയ്യത്തോടെ ഉണ്ടാവട്ടെ. അങ്ങനെയൊക്കെ വരുന്ന വലിയ ബിസിനസ് ഒക്കെ ആവുമ്പോൾ ഏതായാലും ചുരുങ്ങിയ സമയത്ത് ആയല്ലോ, ഇനി ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പൊ നിങ്ങള് അഭിപ്രായം പ്രേക്ഷകരാണ്. അപ്പൊ ഏതായാലും സന്തോഷം. അവസാനിപ്പിക്കാം വീഡിയോ, അവസാനിപ്പിക്കാം. വിജയിക്കട്ടെ, ജീവിതത്തിൽ എല്ലാവിധ ബർക്കത്തുണ്ടാവട്ടെ. അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനത്തെ സ്ത്രീകൾ വീട്ടമ്മമാരൊക്കെ പുറത്തു വന്ന് നല്ല നല്ല മാർഗത്തിലൂടെ ജോലി ചെയ്ത് ഒരുപാട് വരുമാനം ഉണ്ടായി വീട്ടുകാർക്കും ഗുണം നാട്ടുകാർക്കും ഗുണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഇനി ഇവിടെ മാത്രമല്ല, ഇതിന് നെറ്റ്വർക്കുകൾ ഉണ്ടാവട്ടെ.